നമ്മളിപ്പോൾ ഏകദേശം 25 വേർബ്സ് പഠിച്ചു. ഞാൻ കുറച്ചൊന്ന് ഫാസ്റ്റ് ആക്കുന്നുണ്ട് ഇനി, കാരണം ഫാസ്റ്റ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് പോകും. അടുത്ത വേർബാണ് ഹെൽപ്പ്. ഹെൽപ്പ്. ഷീ ഹെൽപ്സ് മീ. അവൾ എന്നെ സഹായിക്കുന്നു. നിലവിൽ ചെയ്യുന്ന കാര്യമാണ്. ഷീ ഹെൽപ്സ് മീ. അവൾ എന്നെ സഹായിക്കുന്നു. ഷീ ഹെൽപ്ഡ് മീ യെസ്റ്റർഡേ. അവൾ ഇന്നലെ എന്നെ സഹായിച്ചു. അവൾ ഇന്നലെ എന്നെ സഹായിച്ചു. ഹെൽപ്പിന്റെ V2 ആണ് ഹെൽപ്ഡ്. ഇനി അവൾ നാളെ എന്നെ സഹായിക്കും. ഞാൻ പറയും ഷീ വിൽ ഹെൽപ്പ് മീ ടുമോറോ. അവൾ നാളെ എന്നെ സഹായിക്കും. ഓക്കെ. അടുത്ത വേർബാണ് ടോക്ക്. ടോക്ക്. ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കുക. അതിന്റെ പാസ്റ്റ് ആണ് ടോക്ക്ഡ്. ടോക്ക്ഡ്. വി ടോക്ക് എവറി ഡേ. നമ്മൾ എല്ലാ ദിവസവും സംസാരിക്കുന്നു. വി ടോക്ക് എവറി ഡേ. വി ടോക്ക്ഡ് യെസ്റ്റർഡേ. നമ്മൾ ഇന്നലെ സംസാരിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്നലെ സംസാരിച്ചു. വി വിൽ ടോക്ക് ടുമോറോ. ഞങ്ങൾ നാളെ സംസാരിക്കും. വി വിൽ ടോക്ക് ടുമോറോ. ഞങ്ങൾ നാളെ സംസാരിക്കും. അടുത്ത വേർബാണ് ടേൺ. ടേൺ. ടേൺ എന്ന് പറഞ്ഞാൽ മറിക്കുക എന്നർത്ഥം. നമ്മൾ പുസ്തകം മറിക്കൂലേ? ടേൺ, മറിക്കുക. അതിന്റെ പാസ്റ്റ് ആണ് ടേൺഡ്, മറിച്ചു. അവൻ പേജ് മറിക്കുന്നു. എങ്ങനെ പറയാ? ഹി ടേൺസ് ദ പേജ്. ഹി ടേൺസ് ദ പേജ്. ഹി ആയതുകൊണ്ട് എസ് വന്നു. ഹി ടേൺസ് ദ പേജ്. ഹി ടേൺഡ് ദ പേജ് യെസ്റ്റർഡേ. അവൻ ഇന്നലെ പേജ് മറിച്ചു. ഹി വിൽ ടേൺ ദ പേജ് ടുമോറോ. അവൻ നാളെ പേജ് മറിക്കും. ടേൺ, മറിക്കുക. ടേൺഡ്, മറിച്ചു. അടുത്ത വേർബാണ് സ്റ്റാർട്ട്. സ്റ്റാർട്ട്. സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിലെ ആരംഭിക്കുക, തുടങ്ങുക, അല്ലെ? ആരംഭിക്കുക. അതിന്റെ പാസ്റ്റ് അല്ലെങ്കിൽ V2 ആണ് സ്റ്റാർട്ടഡ്. സ്റ്റാർട്ടഡ്. ഈടെ ആയിട്ട് തീർക്കുക. സ്റ്റാർട്ടഡ്. ദ ക്ലാസ് സ്റ്റാർട്ട്സ് അറ്റ് 9 AM. ദ ക്ലാസ് സ്റ്റാർട്ട്സ് അറ്റ് 9 AM. എന്തുകൊണ്ടാ എസ് വന്നേ? ദ ക്ലാസ്. അവിടെ ഒരു ക്ലാസ്സേ ഉള്ളൂ അല്ലെ? ദ ക്ലാസ് സ്റ്റാർട്ട്സ് അറ്റ് 9 AM. ക്ലാസ് 9 മണിക്ക് തുടങ്ങുന്നു. ഓക്കെ. ദ ക്ലാസ് സ്റ്റാർട്ടഡ് അറ്റ് 9 AM യെസ്റ്റർഡേ. ഇന്നലെ ക്ലാസ് 9 മണിക്ക് തുടങ്ങി. സ്റ്റാർട്ടഡ്. നാളെ 9 മണിക്ക് ക്ലാസ് തുടങ്ങും. ദ ക്ലാസ് വിൽ സ്റ്റാർട്ട് ടുമോറോ അറ്റ് 9 AM. ക്ലിയർ? അടുത്ത വേർബാണ് ഷോ. ഷോ. ഷോ എന്ന് പറഞ്ഞാൽ എന്താ? കാണിക്കുക, അല്ലെ? കാണിക്കുക. ഷോ, കാണിക്കുക. ഷോഡ്, കാണിച്ചു. ഷോഡ്, കാണിച്ചു. ഷീ ഷോസ് ദ റിപ്പോർട്ട്. അവള് റിപ്പോർട്ട് കാണിക്കുന്നു. ഷീ ഷോസ് ദ റിപ്പോർട്ട്. അവള് റിപ്പോർട്ട് കാണിക്കുന്നു. ഷീ ഷോഡ് ദ റിപ്പോർട്ട് യെസ്റ്റർഡേ. അവൾ ഇന്നലെ റിപ്പോർട്ട് കാണിച്ചു. ഷീ വിൽ ഷോ ദ റിപ്പോർട്ട് ടുമോറോ. അവൾ നാളെ റിപ്പോർട്ട് കാണിക്കും. ക്ലിയർ? ഷോ, കാണിക്കുക. ഷോഡ്, കാണിച്ചു. അടുത്തത് പ്ലേ. പ്ലേ, കളിക്കുക. പ്ലേഡ്, കളിച്ചു. പ്ലേ, കളിക്കുക. പ്ലേഡ്, കളിച്ചു. അവര് ഫുട്ബോൾ കളിക്കുന്നു. എന്താ പറയാ? ദേ പ്ലേ ഫുട്ബോൾ. അവര് ഫുട്ബോൾ കളിക്കുന്നു. ദേ പ്ലേഡ് ഫുട്ബോൾ യെസ്റ്റർഡേ. അവർ ഇന്നലെ ഫുട്ബോൾ കളിച്ചു. ദേ വിൽ പ്ലേ ഫുട്ബോൾ ടുമോറോ. അവര് നാളെ ഫുട്ബോൾ കളിക്കും. ക്ലിയർ? പ്ലേ, കളിക്കുക. പ്ലേഡ്, കളിച്ചു. അടുത്ത വേർബാണ് മൂവ്. മൂവ്, നീക്കുക. മൂവ്, നീക്കുക അല്ലെങ്കിൽ നീങ്ങുക. അതിന്റെ പാസ്റ്റ് അല്ലെങ്കിൽ V2 ആണ് മൂവ്ഡ്, നീങ്ങി. ഹി മൂവ്സ് ദ ചെയർ. അവൻ ചെയർ നീക്കുന്നു. ഹി മൂവ്സ് ദ ചെയർ. അവൻ ചെയർ നീക്കുന്നു. ഹി മൂവ്ഡ് ദ ചെയർ യെസ്റ്റർഡേ. അവൻ ഇന്നലെ ചെയർ നീക്കി. ഹി വിൽ മൂവ് ദ ചെയർ ടുമോറോ. അവൻ നാളെ ചെയർ നീക്കും. ചെയർ എന്ന് പറഞ്ഞാൽ കസേര, അല്ലെ? ഹി വിൽ മൂവ് ദ ചെയർ ടുമോറോ. അവൻ നാളെ കസേര നീക്കും. കൂൾ. അടുത്ത വേർബാണ് ലൈക്ക്. LIKE, ലൈക്ക്. അതിന്റെ V2 ആണ് ലൈക്ഡ്. യു ലൈക്ക് മൈ വീഡിയോ. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു. യു ലൈക്ക് മൈ വീഡിയോ. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു. യു ലൈക്ഡ് മൈ വീഡിയോ യെസ്റ്റർഡേ. നിങ്ങൾ ഇന്നലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു. യു ലൈക്ഡ് മൈ വീഡിയോ യെസ്റ്റർഡേ. നിങ്ങൾ ഇന്നലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു. യു വിൽ ലൈക്ക് മൈ വീഡിയോ ടുമോറോ. നിങ്ങൾ നാളെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടും. ക്ലിയർ ആണല്ലോ? അല്ല, ശരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടോ എന്ന് കമന്റ് പറയണേ. അടുത്ത വേർബാണ് ലിവ്. ലിവ്, LIVE, ലിവ്, താമസിക്കുക. താമസിക്കുക. ലിവിന്റെ പാസ്റ്റ് ലിവ്ഡ്. ലിവ്ഡ്, താമസിച്ചു. ദേ ലിവ് ഇൻ ബാംഗ്ലൂർ. അവർ ബാംഗ്ലൂരിൽ താമസിക്കുന്നു. ദേ ലിവ്ഡ് ഇൻ ബാംഗ്ലൂർ ലാസ്റ്റ് മന്ത്. ലാസ്റ്റ് മാസം, അവസാന മാസം അവര് ബാംഗ്ലൂരിൽ താമസിച്ചു. They will live in Bangalore next month. അടുത്ത മാസം അവര് ബാംഗ്ലൂരിൽ താമസിക്കും. ക്ലിയർ? ലിവ്, താമസിക്കുക. ലിവ്ഡ്, താമസിച്ചു. അടുത്ത വേർബാണ് ബിലീവ്.
ബിലീവ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക, വിശ്വസിക്കുക. ബിലീവ്ഡ് വിശ്വസിച്ചു, വിശ്വസിച്ചു. ഐ ബിലീവ് ഇൻ ഗോഡ്, ഐ ബിലീവ് ഇൻ ഗോഡ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഐ ബിലീവ് ഇൻ ഗോഡ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഐ ബിലീവ്ഡ് ഇൻ ഗോഡ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ദൈവത്തിൽ വിശ്വസിച്ചു. ഐ വിൽ ബിലീവ് ഇൻ ഗോഡ് ടുമോറോ. ഞാൻ നാളെ ദൈവത്തിൽ വിശ്വസിക്കും. ക്ലിയർ ആണല്ലോ? ബിലീവ്, ബിലീവ്ഡ്. വിശ്വസിക്കുക, വിശ്വസിച്ചു. ക്ലിയർ? അടുത്ത വേർബാണ് ഹോൾഡ്. ഹോൾഡ് പിടിക്കുക. അതിന്റെ പാസ്റ്റ് ആണ് ഹെൽഡ്, പിടിച്ചു. ഹി ഹോൾഡ്സ് ദ ബേബി. അവൻ കുഞ്ഞിനെ പിടിക്കുന്നു. ഹി ഹെൽഡ് ദ ബേബി യെസ്റ്റർഡേ. അവൻ ഇന്നലെ കുഞ്ഞിനെ പിടിച്ചു. ഹി വിൽ ഹോൾഡ് ദ ബേബി ടുമോറോ. അവൻ നാളെ കുഞ്ഞിനെ പിടിക്കും. ക്ലിയർ അല്ലേ? ഹോൾഡ്, ഹെൽഡ്. പിടിക്കുക, പിടിച്ചു. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത വേർബാണ് ബ്രിങ്. ബ്രിങ്, ബ്രിങ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക, കൊണ്ടുവരിക. അതിന്റെ പാസ്റ്റ് അല്ലെങ്കിൽ V2 ആണ് ബ്രോട്ട്, കൊണ്ടുവന്നു. ബ്രോട്ട്. ഷീ ബ്രിങ്സ് ലഞ്ച്. അവള് ലഞ്ച്, ഉച്ചഭക്ഷണം കൊണ്ടുവരുന്നു. ഷീ ബ്രിങ്സ് ലഞ്ച്. അവൾ ഉച്ചഭക്ഷണം കൊണ്ടുവരുന്നു. ഷീ ബ്രോട്ട് ലഞ്ച് യെസ്റ്റർഡേ. അവൾ ഇന്നലെ ലഞ്ച് കൊണ്ടുവന്നു. അവൾ ഇന്നലെ ലഞ്ച് കൊണ്ടുവന്നു. ഷീ ബ്രോട്ട് ലഞ്ച് യെസ്റ്റർഡേ. ഷീ വിൽ ബ്രിങ് ലഞ്ച് ടുമോറോ. അവൾ നാളെ ലഞ്ച് കൊണ്ടുവരും. ക്ലിയർ അല്ലേ? അടുത്ത വേർബാണ് റൈറ്റ്. റൈറ്റ് എന്താ റൈറ്റിന്റെ അർത്ഥം? എഴുതുക അല്ലെ? ഇതിന്റെ V2 എന്താ? റോട്ട്, എഴുതി, എഴുതി. റൈറ്റ്, റോട്ട്. ഐ റൈറ്റ് എ ലെറ്റർ. ഞാനൊരു കത്ത് എഴുതുന്നു. ഐ റൈറ്റ് എ ലെറ്റർ. ഞാനൊരു കത്ത് എഴുതുന്നു. ഐ റോട്ട് എ ലെറ്റർ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ഒരു കത്ത് എഴുതി. ഐ വിൽ റൈറ്റ് എ ലെറ്റർ ടുമോറോ. ഞാൻ നാളെ ഒരു ലെറ്റർ എഴുതും. ഞാൻ നാളെ ഒരു കത്ത് എഴുതും. ഈസി ആണല്ലോ? റൈറ്റ് എഴുതുക, റോട്ട് എഴുതി. ഇനി അതുപോലെ വായിക്കുക. എങ്ങനെ പറയാ? റീഡ്, റീഡ്. അതിന്റെ പാസ്റ്റ് ആണ് റെഡ്. ഇത് സ്പെല്ലിംഗ് രണ്ടും ഒരേപോലെ, പക്ഷെ അത് ഉച്ചരിക്കുന്ന സമയത്ത് വായിച്ചു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെഡ് എന്നാണ് പറയാ, റെഡ്. അപ്പൊ എങ്ങനെ പറയാ? ഹി റീഡ്സ് എ ബുക്ക്. അവനൊരു പുസ്തകം വായിക്കുന്നു. ഹി റെഡ് എ ബുക്ക് യെസ്റ്റർഡേ. അവൻ ഇന്നലെ ഒരു ബുക്ക് വായിച്ചു. ഹി വിൽ റീഡ് എ ബുക്ക് ടുമോറോ. അവൻ നാളെ പുസ്തകം വായിക്കും. ക്ലിയർ ആണല്ലോ? റീഡ്, റെഡ്. സ്പെല്ലിംഗ് രണ്ടും ഒന്നാണ്, പക്ഷെ സംസാരിക്കുമ്പോൾ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. വായിക്കുക എന്ന് പറയാൻ റീഡ്, വായിച്ചു എന്ന് പറയാൻ റെഡ്. ക്ലിയർ? ഇനി നമ്മുടെ ലിസ്റ്റിൽ അടുത്ത വേർബാണ് സ്പെൻഡ്. സ്പെൻഡ് എന്ന് വെച്ചാൽ ചെലവഴിക്കുക. ചെലവാക്കി എന്ന് എങ്ങനെ പറയാ? സ്പെൻഡ്. അവിടെ ഡീന്റെ പകരം ടി ഉപയോഗിച്ചു. സ്പെൻഡ്. ഓക്കെ, ചെലവഴിച്ചു. അപ്പൊ പ്രസന്റ് ടെൻസ് പറയുമ്പോൾ ദേ സ്പെൻഡ് മണി. ഡി ആണ്. ദേ സ്പെൻഡ് മണി. അവര് പൈസ ചെലവാക്കുന്നു. ദേ സ്പെൻഡ് മണി യെസ്റ്റർഡേ. അവർ ഇന്നലെ പൈസ ചെലവാക്കി. ദേ വിൽ സ്പെൻഡ് മണി ടുമോറോ. അവര് നാളെ പൈസ ചെലവാക്കും. ഈസി. സ്പെൻഡ്, സ്പെൻഡ്. ഒരു ഡീന്റെയും ടീന്റെയും മാറ്റാണ് കേട്ടോ. ഇനി അടുത്ത വേർബാണ് ഗ്രോ. ഗ്രോ, വളരുക. GROW, വളരുക. അതിന്റെ പാസ്റ്റ് ആണ് ഗ്രീവ്. ഗ്രീവ്, വളർന്നു. ഗ്രീവ്, വളർന്നു. ഒരു എക്സാമ്പിൾ നോക്കാം. ദ പ്ലാന്റ് ഗ്രോസ് ഫാസ്റ്റ്. ചെടി പെട്ടെന്ന് വളരുന്നു. ദ പ്ലാന്റ് ഗ്രീവ് ഫാസ്റ്റ് ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം ഈ ചെടി നന്നായിട്ട് വളർന്നു. ദ പ്ലാന്റ് വിൽ ഗ്രോ ഫാസ്റ്റ് നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം ചെടി നന്നായിട്ട് വളരും. ദ പ്ലാന്റ് വിൽ ഗ്രോ ഫാസ്റ്റ് നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം ചെടി നന്നായിട്ട് വളരും, അല്ലെങ്കിൽ പെട്ടെന്ന് വളരും. ഇനി അടുത്ത വേർബാണ് ഓപ്പൺ. ഓപ്പൺ, തുറക്കുക അല്ലെ? അതിന്റെ V2 എന്താ? ഓപ്പൺഡ്, തുറന്നു. ഓപ്പൺഡ്, തുറന്നു. ഷീ ഓപ്പൺസ് ദ ഡോർ. അവൾ വാതിൽ തുറക്കുന്നു. ഷീ ഓപ്പൺഡ് ദ ഡോർ. അവൾ വാതിൽ തുറന്നു. ഷീ വിൽ ഓപ്പൺ ദ ഡോർ. അവള് ഡോറ് തുറക്കും. ക്ലിയർ ആണല്ലോ? ഈസി. ഇനി അതേപോലെ നമ്മൾ തുറക്കണതിനെ കുറിച്ച് പറഞ്ഞു. ഇനി അടക്കലോ? അടക്കണേന് എന്താ പറയുക ഇംഗ്ലീഷില്? ക്ലോസ്. ക്ലോസ്. അതിന്റെ V2 എന്താ? ക്ലോസ്ഡ്. ക്ലോസ്ഡ്. ഹി ക്ലോസസ് ദ വിൻഡോ. അവൻ ജനൽ അടയ്ക്കുന്നു. ഹി ക്ലോസ്ഡ് ദ വിൻഡോ യെസ്റ്റർഡേ. അവൻ ഇന്നലെ വിൻഡോ അല്ലെങ്കിൽ ജനൽ അടച്ചു. ഹി വിൽ ക്ലോസ് ദ വിൻഡോ ടുമോറോ. അവൻ നാളെ ജനൽ അടക്കും.
ക്ലിയർ ആണല്ലോ? ഓപ്പൺ തുറക്കുക, ക്ലോസ് അടക്കുക. ക്ലോസിന്റെ V1 ക്ലോസ്, V2 ക്ലോസ്ഡ്. ക്ലിയർ? ഇനി അടുത്ത വേർബാണ് ഹാപ്പൻ. ഹാപ്പൻ എന്ന് വെച്ചാൽ സംഭവിക്കുക, സംഭവിക്കുക. ഹാപ്പൻ. തിങ്സ് ഹാപ്പൻ ക്വിക്ക്ലി. കാര്യങ്ങൾ വളരെ പെട്ടെന്ന് സംഭവിക്കുന്നു. അതിന്റെ പാസ്റ്റ് ആണ് ഹാപ്പൻഡ്, സംഭവിച്ചു. ഹാപ്പൻ, സംഭവിച്ചു. തിങ്സ് ഹാപ്പൻ ക്വിക്ക്ലി യെസ്റ്റർഡേ. കാര്യങ്ങൾ ഇന്നലെ വളരെ പെട്ടെന്നാണ് സംഭവിച്ചത്. ഹാപ്പൻ എന്ന് പറഞ്ഞാൽ സംഭവിക്കുക, ക്വിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന്. അപ്പം തിങ്സ് ഹാപ്പൻഡ് ക്വിക്ക്ലി യെസ്റ്റർഡേ. ഇന്നലെ കാര്യങ്ങൾ വളരെ പെട്ടെന്നാണ് സംഭവിച്ചത്. തിങ്സ് വിൽ ഹാപ്പൻ ക്വിക്ക്ലി ടുമോറോ. കാര്യങ്ങൾ നാളെ പെട്ടെന്ന് സംഭവിക്കും, അല്ലെ? തിങ്സ് വിൽ ഹാപ്പൻ ക്വിക്ക്ലി ടുമോറോ. കാര്യങ്ങൾ നാളെ പെട്ടെന്ന് സംഭവിക്കും. അടുത്ത വേർബാണ് മീറ്റ്. എന്താ മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ടുമുട്ടുക. അതിന്റെ പാസ്റ്റ് ആണ് മെറ്റ്, കണ്ടുമുട്ടി. ഐ മീറ്റ് മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടുമുട്ടുന്നു. ഐ മെറ്റ് മൈ ഫ്രണ്ട്സ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടുമുട്ടി. ഐ വിൽ മീറ്റ് മൈ ഫ്രണ്ട്സ് ടുമോറോ. ഞാൻ നാളെ എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടുമുട്ടും. മീറ്റ് കണ്ടുമുട്ടുക, മെറ്റ് കണ്ടുമുട്ടി. ക്ലിയർ? ഇനി വാങ്ങുക എന്നുള്ളതിന് എങ്ങനെ ഇംഗ്ലീഷ് പറയാം? ബൈ. വാങ്ങുക, BUY, വാങ്ങുക. വാങ്ങിച്ചു, ബോട്ട്, വാങ്ങിച്ചു. ഐ ബൈ ചോക്ലേറ്റ്. ഞാൻ ചോക്ലേറ്റ് വാങ്ങുന്നു. ഐ ബോട്ട് എ ചോക്ലേറ്റ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ഒരു ചോക്ലേറ്റ് വാങ്ങി. ഐ വിൽ ബൈ എ ചോക്ലേറ്റ് ടുമോറോ. ഞാൻ നാളെ ഒരു ചോക്ലേറ്റ് വാങ്ങും. ഐ വിൽ ബൈ എ ചോക്ലേറ്റ് ടുമോറോ. ബൈ വാങ്ങുക, ബോട്ട് വാങ്ങിച്ചു. ക്ലിയർ അല്ലേ? ഇനി ടീച്ച്, പഠിപ്പിക്കുക. ടീച്ച് പഠിപ്പിക്കുക. ടോട്ട് പഠിപ്പിച്ചു. ടീച്ച് പഠിപ്പിക്കുക, ടോട്ട് പഠിപ്പിച്ചു. ഐ ടീച്ച് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. ഐ ടോട്ട് ഇംഗ്ലീഷ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. ഐ വിൽ ടീച്ച് ഇംഗ്ലീഷ് ടുമോറോ. ഞാൻ നാളെ ഇംഗ്ലീഷ് പഠിപ്പിക്കും. ക്ലിയർ ആണല്ലോ? ടീച്ച്, ടോട്ട്. അടുത്ത വേർബാണ് അണ്ടർസ്റ്റാൻഡ്. അണ്ടർസ്റ്റാൻഡ്. എന്താ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, അല്ലെ? ഇതിന്റെ പാസ്റ്റ് എന്താ? അണ്ടർസ്റ്റുഡ്, മനസ്സിലാക്കി, മനസ്സിലാക്കി. ഐ അണ്ടർസ്റ്റാൻഡ് ദ ലെസൺ. ഇന്ന് പഠിപ്പിക്കുന്ന ഈ ലെസനെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, അല്ലെ? എനിക്ക് മനസ്സിലാകുന്നു. ഐ അണ്ടർസ്റ്റാൻഡ് ദ ലെസൺ. ഐ അണ്ടർസ്റ്റുഡ് ദ ലെസൺ യെസ്റ്റർഡേ. ഇന്നലത്തെ ലെസനെ എനിക്ക് മനസ്സിലായി. ഐ വിൽ അണ്ടർസ്റ്റാൻഡ് ദ ലെസൺ ടുമോറോ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നാളെ ലെസന് മനസ്സിലാക്കാൻ പറ്റും. ഐ വിൽ അണ്ടർസ്റ്റാൻഡ് ദ ലെസൺ ടുമോറോ. ഞാൻ നാളെ ലെസൺ മനസ്സിലാക്കും. എനിക്ക് നാളെ ലെസൺ മനസ്സിലാകും, അല്ലെ? ഇനി അടുത്ത വേർബാണ് ട്രൈ. ട്രൈ. ട്രൈ എന്ന് പറഞ്ഞാൽ എന്താ? ശ്രമിക്കുക, അല്ലെ? അതിന്റെ പാസ്റ്റ് എന്താ? ട്രൈഡ്, ശ്രമിച്ചു. ട്രൈഡ്, ശ്രമിച്ചു. ഷീ ട്രൈസ് ഹാർഡ്. അവള് വളരെ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഷീ ട്രൈസ് ഹാർഡ്. അവള് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഷീ ട്രൈഡ് ഹാർഡ് യെസ്റ്റർഡേ. അവൾ ഇന്നലെ നന്നായിട്ട് ശ്രമിച്ചു. ഷീ വിൽ ട്രൈ ഹാർഡ് ടുമോറോ. അവൾ നാളെ നന്നായിട്ട് ശ്രമിക്കും. ട്രൈ, ശ്രമിക്കുക. ട്രൈഡ്, ശ്രമിച്ചു. ഇനി നമ്മളെ ഇന്നത്തെ ലെസണിലെ അവസാനത്തെ വേർബാണ് ഹെൽപ്പ്. ഹെൽപ്പ്, സഹായിക്കുക. അതിന്റെ പാസ്റ്റ് എന്താ? ഹെൽപ്ഡ്. ഹെൽപ്ഡ്, സഹായിച്ചു. ഹെൽപ്ഡ്, സഹായിച്ചു. ഐ ഹെൽപ്പ് യു ടു ലേൺ ഇംഗ്ലീഷ്. ഞാൻ നിങ്ങളെ ഇംഗ്ലീഷ് പഠിക്കാൻ സഹായിക്കുന്നു, അല്ലെ? ഐ ഹെൽപ്ഡ് യു ടു ലേൺ ഇംഗ്ലീഷ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ നിങ്ങളെ ഇംഗ്ലീഷ് പഠിക്കാൻ സഹായിച്ചു. ഐ വിൽ ഹെൽപ്പ് യു ടു ലേൺ ഇംഗ്ലീഷ് ടുമോറോ. ഐ വിൽ ഹെൽപ്പ് യു ടു ലേൺ ഇംഗ്ലീഷ് ടുമോറോ. ഞാൻ നാളെ നിങ്ങളെ ഇംഗ്ലീഷ് പഠിക്കാൻ സഹായിക്കും. അല്ല, നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒക്കെ ശരിക്കും ഹെൽപ്ഫുൾ ആകുന്നുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും എനിക്ക് വരാൻ പറ്റും. അപ്പോൾ ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത ആളുകൾക്ക് പഠിച്ചു തുടങ്ങാനുള്ള ഡെയിലി ലൈഫ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 50 ക്രിയകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇത് ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ഹെൽപ്ഫുൾ ആയതെന്ന് കമൻറ്റിൽ പറയണം. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇനിയും ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ 50 ക്രിയകൾ മാത്രമല്ല പഠിച്ചത്, അത് സിമ്പിൾ പാസ്റ്റിലും സിമ്പിൾ പ്രസന്റിലും സിമ്പിൾ ഫ്യൂച്ചറിലും എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതും കൂടി പഠിച്ചു. ഇത് നിങ്ങളെ ഫാമിലിയിലോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അവരായിട്ടൊന്ന് ഷെയർ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് എൻ്റെ അടുത്ത് നിന്ന് ഇനിയും ലഭിക്കുമ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഫോർ നൗ.